കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് ആക്കം കൂട്ടിക്കൊണ്ട് 3 വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളാണ് നിലവിൽ സംസ്ഥാനത്ത് സർവീസ് നടത്തുന്നത്. ഈ ട്രെയിനുകൾക്കെല്ലാം യാത്രക്കാർക്കിടയിൽ വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ചും അടുത്തിടെ എറണാകുളം ബംഗളൂരു റൂട്ടിൽ ആരംഭിച്ച വന്ദേ ഭാരത് എക്സ്പ്രസ് വൻ ഹിറ്റായി മാറിയിരിക്കുകയാണ്. ടിക്കറ്റ് നിരക്ക് അല്പം കൂടുതലാണെങ്കിലും ആയിരക്കണക്കിന് മലയാളികൾക്കും തമിഴ്നാട്ടുകാർക്കും ഈ ട്രെയിൻ യാത്ര സൗകര്യമൊരുക്കുന്നു. 3 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചിട്ടുള്ള ഈ സർവീസ് കാരണം ട്രെയിനിൽ തിരക്ക് കുറവില്ല. നിലവിൽ കാസർഗോഡ് തിരുവനന്തപുരം, മംഗളൂരു തിരുവനന്തപുരം എന്നീ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസുകൾക്ക് പുറമെയാണ് എറണാകുളം ബംഗളൂരു സർവീസും ആരംഭിച്ചത്. എന്നാൽ ഈ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിൻ തിരുവനന്തപുരത്തേക്ക് നീട്ടണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. ഈ ആവശ്യം ഇതിനോടകം തന്നെ ആലപ്പുഴ MP KC വേണുഗോപാൽ റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ സുപ്രധാന യോഗത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് MPയും ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. നിലവിൽ ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തെത്തുന്ന ട്രെയിൻ അവിടെ നിന്ന് മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇതിനു പകരം ഈ ട്രെയിന് കോട്ടയം വഴി തിരുവനന്തപുരത്തേക്ക് നീട്ടണമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് MP റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി യോഗത്തിൽ ആവശ്യപ്പെട്ടത്. ഈ നീക്കം യാഥാർത്ഥ്യമായാൽ നിരവധി മലയാളികൾക്ക് ഇത് വലിയ നേട്ടമാകും. മാത്രമല്ല, തിരുവനന്തപുരം ബംഗളൂരു റൂട്ടിൽ നിലവിൽ വന്ദേ ഭാരത് സർവീസ് ഇല്ലാത്തതിനുള്ള യാത്രാ ദുരിതത്തിന് ഒരു പരിഹാരമാവുകയും ചെയ്യും. ഈ റൂട്ടിന്റെ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ ട്രെയിനിന്റെ തിരക്ക് കൂടുതൽ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. കേന്ദ്ര റെയിൽവേ മന്ത്രി, ചെയർമാനും വകുപ്പ് സഹമന്ത്രിമാർ, വൈസ് ചെയർമാനും പാർലമെന്റ് അംഗങ്ങളും റെയിൽവേ ബോർഡ് ഉദ്യോഗസ്ഥരും അംഗങ്ങളും ആയിട്ടുള്ളതാണ് റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി. റെയിൽവേയുടെ നയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ സുപ്രധാന വേദിയിൽ വെച്ച് കേരളത്തിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസുകളിൽ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും കൊടിക്കുന്നിൽ സുരേഷ് MP ഉന്നയിച്ചു. നിലവിലുള്ള ട്രെയിനുകളിലെ യാത്രക്കാരുടെ തിക്കും തിരക്കും കാത്തിരിപ്പ് പട്ടികയും പരിഗണിക്കുമ്പോൾ കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതും അനിവാര്യമാണ്. യാത്രക്കാരുടെ വർദ്ധിച്ച ആവശ്യം മുൻനിർത്തി ഈ നിർദ്ദേശം റെയിൽവേ ബോർഡ് ഗൗരവമായി പരിഗണിച്ചേക്കും. നിലവിലുള്ള റൂട്ടുകൾ നീട്ടുന്നതിനും കോച്ചുകൾ വർദ്ധിപ്പിക്കുന്നതിനും പുറമെ പുതിയ റൂട്ടുകൾ അനുവദിക്കണമെന്നും യോഗത്തിൽ ആവശ്യം ഉയർന്നു. തിരുവനന്തപുരം ചെന്നൈ റൂട്ടിൽ പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് അനുവദിക്കണമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് MP ഉന്നയിച്ച മറ്റൊരു പ്രധാന ആവശ്യം. നിലവിലെ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് കേരളം, തമിഴ്നാട്, കർണാടക എന്നീ 3 സംസ്ഥാനങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്കുള്ള പുതിയ സർവീസ് 2 സംസ്ഥാനങ്ങളിലൂടെയായിരിക്കും യാത്ര ചെയ്യുക. ദക്ഷിണേന്ത്യയിലെ 2 പ്രധാന തലസ്ഥാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ റൂട്ട് യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കുന്നതിനോടൊപ്പം ടൂറിസം ബിസിനസ് രംഗത്തും വലിയ ഉത്തേജനം നൽകും. കൂടാതെ അടുത്ത മാസം മുതൽ രാജ്യത്ത് സർവീസ് ആരംഭിക്കാനിരിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ കേരളത്തിന് അനുവദിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിന് വന്ദേ ഭാരത് സ്ലീപ്പർ അനുവദിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം ഹൈദരാബാദ് റൂട്ടിൽ വന്ദേ ഭാരത് സ്ലീപ്പർ അനുവദിക്കണമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് MP ആവശ്യപ്പെട്ടത്. നിലവിൽ ദീർഘദൂര യാത്രകൾക്കായി ഈ റൂട്ടിൽ നല്ലൊരു ട്രെയിൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ ആവശ്യം പരിഗണിക്കുന്നത് കേരളത്തിലെ യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും. രാത്രികാലങ്ങളിൽ സുഖകരമായ യാത്രാനുഭവം നൽകാൻ വന്ദേ ഭാരത് സ്ലീപ്പറിന് കഴിയുകയും ചെയ്യും. ഈ ആവശ്യങ്ങളെല്ലാം വിശദമായ ചർച്ചകൾക്ക് ശേഷമായിരിക്കും റെയിൽവേ ബോർഡ് അന്തിമ തീരുമാനത്തിനായി പരിഗണിക്കുക. കേരളത്തിലൂടെയുള്ള എല്ലാ വന്ദേ ഭാരത് ട്രെയിനുകളും യാത്രക്കാരെ കൊണ്ട് നിറഞ്ഞോടുന്നതിനാൽ സാമ്പത്തിക വെല്ലുവിളികൾ ഈ തീരുമാനങ്ങളെ ബാധിക്കാൻ സാധ്യതയില്ല. ഉത്തർപ്രദേശിൽ നിന്ന് അടുത്തിടെ മധ്യപ്രദേശിലേക്ക് ആരംഭിച്ച ട്രെയിനിൽ യാത്രക്കാർ കുറവാണെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ കേരളത്തിലെ വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് എപ്പോഴും വൻ ഡിമാൻഡാണ് ഉണ്ടായിരിക്കുന്നത്. മിക്കപ്പോഴും ടിക്കറ്റുകൾ കാത്തിരിപ്പ് പട്ടികയിലായിരിക്കും. ഈ ഉയർന്ന ഡിമാൻഡും സാമ്പത്തിക സാധ്യതകളും കണക്കിലെടുക്കുമ്പോൾ കേരളത്തിലെ MPമാർ ഉന്നയിച്ച ആവശ്യങ്ങൾ റെയിൽവേ ബോർഡ് അനുഭവപൂർവ്വം പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും. തിരുവനന്തപുരത്തേക്ക് വന്ദേ ഭാരത് നീട്ടുന്നതിലൂടെ തലസ്ഥാനത്തെ കൂടുതൽ മെട്രോ നഗരങ്ങളുമായി ബന്ധിപ്പിക്കാനും സാധിക്കും. കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് കൂടുതൽ സാധാരണക്കാർക്ക് വന്ദേ ഭാരത് പോലുള്ള ആധുനിക യാത്രാ സൗകര്യങ്ങൾ ഉപയോഗിക്കാനും അവസരം നൽകും. കൂടാതെ തിരുവനന്തപുരം ചെന്നൈ, തിരുവനന്തപുരം ഹൈദരാബാദ് റൂട്ടുകളിലെ പുതിയ സർവീസുകൾ യാത്രാ സമയം ലാഭിക്കുന്നതിലും സൗകര്യപ്രദമായ യാത്ര ഉറപ്പാക്കുന്നതിനും നിർണായക പങ്കുവഹിക്കും. യാത്രക്കാരുടെ വർദ്ധിച്ച ആവശ്യവും റെയിൽവേ വരുമാന വർധനവും ഉറപ്പുവരുത്തുന്ന കേരളത്തിലെ റെയിൽവേ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഈ നിർദ്ദേശങ്ങളും നിർണായകമാകും. അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.